ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? കുറച്ച് പാലക്കാടൻ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പാലക്കാട്ടിലുള്ളവർക്ക് ഇത് പുതുമയായി തോന്നുകയില്ല. എന്നാൽ പാലക്കാട് വിട്ട് അന്യനാട്ടിലിരിക്കുന്നവർക്ക് ഇതൊരു നൊസ്റ്റാൾജിയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടുത്തെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 35-37 ഡിഗ്രി ഒക്കെയാണ് കാണുന്നത്. പാലക്കാട് ടൗണിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഇത് ചൂടുകാലമാണ് ഇവിടുത്തെ. എന്നാലും എന്ത് രസമാണ് ഇതെല്ലാം കാണാനായിട്ട്. ഓരോ വെക്കേഷന് നാട്ടിൽ വരുമ്പോഴും പാലക്കാടിന് ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് തോന്നാറുണ്ട്. ഓരോ വെക്കേഷന് നാട്ടിൽ വരുമ്പോഴും ഞങ്ങൾ മുടങ്ങാതെ പോകുന്ന ക്ഷേത്രമാണ് വടക്കന്തറ ക്ഷേത്രം. ഇതാണ് പാലക്കാട്ടിലെ വിക്ടോറിയ കോളേജ്. അവിടെ പഠിച്ചവർക്ക് അതെല്ലാം ഒരു നല്ല ഓർമ്മകളാണല്ലോ. പാലക്കാട് കോട്ട മൈതാനത്തിന് ചുറ്റുമുള്ള ദൃശ്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. വഴിയോര കച്ചവടങ്ങൾ അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട്. ഷോപ്പിംഗ് മാളുകളുടെ എണ്ണം കൂടി വരികയാണ്. സ്റ്റുഡിയോകളുണ്ട്, ഗണപതി സിൽക്സ്, മാക്സ്, ഇതെല്ലാം ഉണ്ട്. ഞാനും കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തു. ഒരു ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു. ഈ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഗണപതി സിൽക്കും മാക്സും എല്ലാം കാണാൻ പറ്റും. നല്ലൊരു ഷോപ്പിംഗ് സ്പോട്ടാണത്. നാട്ടിൽ വന്നാൽ ഓരോ കസിൻസുമായിട്ട് കറങ്ങാൻ പോവലാണ് ഒരു രസമുള്ളൊരു കാര്യം. കുറേ കാലമായി പാലക്കാട് ലുലു മോൾ വന്നിട്ട് ഇതുവരെ പോവാൻ പറ്റിയില്ല. അപ്പോൾ അവിടേക്ക് വീണ്ടും ഒന്ന് കറങ്ങാനായിട്ട് പോയി. അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നിറയെ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെയുണ്ട്. നിറയെ ഫുഡ് കോർട്ടുകളൊക്കെ ഇവിടെയുണ്ട്. ഗാർമെൻറ്റ് സെക്ഷൻ, ലേഡീസ് ജെൻസിനൊക്കെ ഉള്ളതെല്ലാം ഇവിടെയുണ്ട്. ഇലക്ട്രിക്കൽ ഐറ്റം, ഇലക്ട്രോണിക് ഐറ്റം, കിച്ചൺ ഐറ്റംസ്, അങ്ങനെ എല്ലാവിധത്തിലുള്ള ഇന്ത്യൻ ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ചപ്പൽസുകൾ കാണാം, ഡ്രസ്സിൻ്റെ വെറൈറ്റിയുള്ള ബ്രാൻഡുകൾ കാണാം.
എല്ലാ പാർട്ടി വെയർ ആയാലും ഡെയിലി വെയർ ആയാലും എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഡ്രസ് മെറ്റീരിയൽസും ഒക്കെ ഇവിടെ കിട്ടും. നാട്ടിലെ ഫാഷനുകളൊക്കെ ട്രെൻഡിങ്ങിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള എല്ലാ വെറൈറ്റി ഡ്രസ്സുകളും ഇവിടെ ഉണ്ട്. നോമ്പ് സമയമായതുകൊണ്ട് നല്ല ഇഫ്താർ സ്നാക്കുകളൊക്കെ കിട്ടും. അതൊക്കെ ഒന്ന് കഴിച്ചു. റെസ്റ്റോറൻറ്റുകളിലൊക്കെ നല്ല തിരക്കാണ്. എല്ലാവർക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ആദ്യമായി ലുലുവിൽ പോയതുകൊണ്ട് അവിടുത്തെ ചിക്കൻ, ഫിഷ് അങ്ങനെയുള്ള എല്ലാ സെക്ഷനിലുമൊക്കെ ഒന്ന് കറങ്ങി നടന്നു. രണ്ട് മണിക്കൂറൊക്കെ കറങ്ങി നടക്കേണ്ടതൊക്കെ ലുലു മോളിലുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പാലക്കാട് ഔട്ടിംഗ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ വീഡിയോകളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.